കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഡോളർ വരെ കിട്ടുന്നുണ്ട്? എങ്ങനെയാണ് നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാല്, യഥാർത്ഥത്തിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോൾ $100 എന്നുള്ളതാണ്. ഏകദേശം ഇപ്പൊ ഈ മാസം 21-ാം തീയതി $100 കിട്ടിയെന്ന് കരുതുക. എനിക്ക് അടുത്ത $100 കിട്ടുന്നത് ഇനി ഫെബ്രുവരിയിൽ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. 2 മാസം കൂടുമ്പോൾ $100. അതിനപ്പുറത്തേക്ക് വരുമാനമൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്തൊക്കെയോ ബോണസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ കോണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇവർ ഈ നിയമങ്ങളൊക്കെ എപ്പോൾ വേണേലും മാറ്റാം. ഏത് തരത്തിലും ഈ പറഞ്ഞ അവസരങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവനവൻ സ്വയം ഒരു കോണ്ടന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അവനവൻ സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുക, അവനവന് സ്വയം ഒരു വാല്യൂ ഉണ്ടാവുക, നമുക്ക് സ്വയം നമ്മളെ വിൽക്കാൻ പറ്റുക, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രശസ്തരാകുക, നമ്മളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക. അതാണ് നമുക്ക് ആകെ കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും പോസിറ്റീവായ കാര്യം. അല്ലാതെ ഒരിക്കലും ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അതിനു വേണ്ടി കോണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കാം എന്ന് വിചാരിക്കുന്ന മണ്ടത്തരം എന്നതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം ഇതിനകത്ത് നിന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു തരാം.